ചെറുപ്പകാലത്ത് ഏകാന്തതയും സുരക്ഷിതത്വം ഇല്ലായ്മയും അനുഭവിച്ച് വളർന്ന വ്യക്തികളിൽ അവരറിയാതെ രൂപപ്പെടുന്ന പേഴ്സണാലിറ്റിക്കാണ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. പ്രതീക്ഷിക്കാത്ത ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും. പക്ഷേ എപ്പോഴും വിഷമിച്ചാലോ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാവും. പക്ഷേ എപ്പോഴും നിരാശയുണ്ടായാലോ? നന്നായി ചെയ്യണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം. എപ്പോഴും ഈ പ്രശ്നമുണ്ടായാലോ? ചില കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവാം. പക്ഷേ എപ്പോഴും അങ്ങനെ ആയാലോ? ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവർ ഇതേപോലെ പൊതുവെ വിഷാദം, നിരാശ, അപകർഷത, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ടൈപ്പാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ പോലെ ബാലൻസ്ഡ് ആകണമെന്ന് എത്രമാത്രം ആഗ്രഹമുണ്ടെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ. ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ളവർ വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഏറെ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നവയാണ്. ഉചിതമല്ലാത്ത പലതരം ആവശ്യങ്ങൾ സാധിക്കുന്നതിലൂടെയാണ് ഒരാൾ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റിയിലേക്ക് എത്തുന്നത്. ചില ന്യൂറോട്ടിക് നീഡ്സിനെ പരിചയപ്പെടാം. നീഡ് ഫോർ സോഷ്യൽ റെക്കഗ്നീഷൻ ഓർ പ്രസ്റ്റീജ്. സമൂഹത്തിൽ അഭിമാനവും അംഗീകാരവും ഉണ്ടാവണമെന്ന ആവശ്യം. അതിനെന്താ, അതൊരു നല്ല ആവശ്യമല്ലേ? എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കില്ലേ? പക്ഷേ നിലയും വിലയും ഉണ്ടാവണമെന്ന ചിന്ത കാരണം കിട്ടുന്ന അവസരത്തിലെല്ലാം തങ്ങളെക്കുറിച്ച് തന്നെ വാതോരാതെ സംസാരിക്കും. കേൾക്കുന്നവരെന്ത് ചിന്തിക്കുമെന്ന് പോലും വിചാരിക്കാതെ മുൻപ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാവും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരെ അറിയിച്ച് സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവുക എന്നത് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ വലിയ ഒരാവശ്യമാണ്. നീഡ് ഫോർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടാകണമെന്നത് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരാവശ്യമാണ്. അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും അവർ സ്പെൻഡ് ചെയ്യും. മാതാപിതാക്കളും ഫാമിലിയും മക്കളും ഒന്നും അവർക്കൊരു കാര്യമേ അല്ല. പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിലാണ് അവർക്ക് ഏറെ താല്പര്യം. നീഡ് ഫോർ സോഷ്യൽ സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഏത് കാര്യവും തനിയെ ചെയ്യണമെന്നത് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരാവശ്യമാണ്. മറ്റുള്ളവരുടെ സഹായമോ അഭിപ്രായമോ ആവശ്യമാണെങ്കിലും ചോദിക്കില്ല. മറ്റുള്ളവരോട് സഹകരിക്കാനും അവരിൽ നിന്ന് സഹായം സ്വീകരിക്കാനും തയ്യാറാവില്ല. താൻ കഴിവില്ലാത്ത ആളാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്നതാവാം കാരണം. നീഡ് ഫോർ പെർഫെക്ഷൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവർ നിർബന്ധം പിടിക്കും. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും മാറ്റിയും നോക്കിയും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നാലും കുറച്ചുകൂടി ശരിയാകാനുണ്ടെന്ന് ചിന്തിച്ച് നിരാശപ്പെടുകയും ചെയ്യും. നീഡ് ഫോർ ഓവർലി റെസ്ട്രിക്റ്റഡ് ലൈഫ്. സ്വയം ഉണ്ടാക്കുന്ന ചില നിയമങ്ങളും ചിട്ടകളും മറ്റുള്ളവരിൽ നിന്ന് ഒരകലം സൂക്ഷിക്കാൻ അവർ ഉപയോഗിക്കുന്നു. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരിൽ പലരും അങ്ങനെയാണ്. പുതിയതായി എന്തെങ്കിലും പരീക്ഷിച്ചറിയാനോ പരിചയക്കുറവുള്ളവരുമായി സഹകരിക്കാനോ ഇവർക്ക് താല്പര്യമില്ലായിരിക്കും. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ അല്പം അകറ്റി നിർത്തുന്ന ഇവർക്ക് ഏകാന്തതയാവും കൂടുതൽ ഇഷ്ടം. ഒന്നോ അതിലധികമോ ന്യൂറോട്ടിക് നീഡ്സ് ഒരാളിൽ ഉണ്ടാവാം. പല ന്യൂറോട്ടിക് നീഡ്സ് കൂടിക്കുഴഞ്ഞ് പല പേഴ്സണാലിറ്റി ട്രെൻഡ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഉള്ളവരായി ആളുകൾ മാറും. 3 പേഴ്സണാലിറ്റി ട്രെൻഡുകളാണ് പൊതുവെ കാണുന്നത്. മൂവിങ് എഗെയിൻസ്റ്റ് പീപ്പിൾ, മൂവിങ് ടുവേർഡ്സ് പീപ്പിൾ, മൂവിങ് എവേ ഫ്രം പീപ്പിൾ. ഇത്തരം ന്യൂറോട്ടിക് ട്രെൻഡ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളിലോ നമുക്ക് ചുറ്റുമുള്ളവരിലോ കാണാനാവും. ചിലർ പൊതുവെ അഗ്രസീവ് ആയിരിക്കും. മൂവിങ് എഗെയിൻസ്റ്റ് പീപ്പിൾ എന്ന ന്യൂറോട്ടിക് ട്രെൻഡ് ആവാം ഇത്തരമൊരു രീതിക്ക് കാരണം. ചില ആളുകളുടെ കാര്യം പറയാറില്ലേ, അവരെ കൊണ്ട് ഒരു രക്ഷയുമില്ലെന്ന്. വല്ലാത്ത രീതിക്കാരായ അവർക്ക് എല്ലാത്തിനോടും ഒരു നിഷേധാത്മക രീതിയായിരിക്കും. എല്ലാവരും യോജിക്കുന്ന കാര്യങ്ങളിൽ എതിരഭിപ്രായം പറഞ്ഞ ആളാവുക, താൻ മറ്റുള്ളവരെക്കാൾ മുകളിലാണെന്ന ഭാവത്തിൽ പെരുമാറുക. ചുരുക്കം പറഞ്ഞാൽ ഒരു തരം വെറുപ്പീരിൻ്റെ രീതിയുള്ള ഇവർ അഗ്രസീവ് പേഴ്സണാലിറ്റി ട്രെൻഡ് ഉള്ളവരാണെന്ന് കരുതാം. രണ്ടാമത്തെ ട്രെൻഡാണ് കോംപ്ലിയൻറ്റ് അഥവാ മൂവിങ് ടുവേർഡ്സ് പീപ്പിൾ. എല്ലാവരിൽ നിന്നും പരിഗണനയും ശ്രദ്ധയും കിട്ടാൻ ശ്രമിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഇവർ സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനോ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനോ ശ്രമിക്കില്ല. ആരുടെയെങ്കിലും പരിഗണന കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരുതരം ഇത്തിൽക്കണ്ണി സ്വഭാവം കാണിക്കുന്നവർ കംപ്ലയിൻറ്റ് പേഴ്സണാലിറ്റി ട്രെൻഡ് ഉള്ളവരാണ്. മറ്റൊരു ട്രെൻഡാണ് ഡിറ്റാച്ച്ഡ് അഥവാ മൂവിങ് എവേ ഫ്രം പീപ്പിൾ. ചുറ്റുമുള്ളവരാരും തൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്നും അവരെല്ലാം തൻ്റെ ശത്രുക്കളാണെന്നും തൻ്റെ കാര്യങ്ങൾക്ക് മറ്റൊരാളെയും ആശ്രയിക്കാൻ പറ്റില്ലെന്നും ചിന്തിക്കുന്നവരെല്ലാം മിക്കവാറും ഈ ടൈപ്പ് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. സ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് സുഹൃത്തുക്കളൊന്നും വലിയ കാര്യമേ അല്ല.
എല്ലാവരിൽ നിന്നും അല്പം വിട്ടു നിൽക്കുന്ന ഇവരെ പെട്ടെന്നൊന്നും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കില്ല. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ വലിയ പ്രത്യേകതയായി കാണുന്ന ഈ ന്യൂറോട്ടിക് നീഡ്സ് യഥാർത്ഥത്തിൽ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ളവരിലും ഉള്ളതാണ്. പക്ഷേ വളരെ കൺട്രോൾഡായി സന്ദർഭമനുസരിച്ച് അത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ടാണല്ലോ അവരുടെ പേഴ്സണാലിറ്റി ബാലൻസ്ഡ് ആയിരിക്കുന്നത്. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അത് തിരിച്ചറിഞ്ഞ് ചില മനഃശാസ്ത്ര സമീപനങ്ങളിലൂടെ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ളവരായി മാറാൻ സാധിക്കും. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അവ ഒഴിവാക്കുക, മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയവ പരിശീലിക്കുക, ഫ്രീ ടൈമിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഹോബികളിൽ എൻഗേജ്ഡ് ആവുക, ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചസ് സ്വീകരിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി മാനേജ് ചെയ്യാവുന്നതാണ്.